ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ രാവിലെ എണീച്ചിട്ടുണ്ടായിരുന്നു. രാവിലെ എന്ന് പറഞ്ഞാൽ രാവിലെ എണീച്ചിട്ടൊരു 6 മണി 6:30 ആ ഒരു സമയത്ത് എണീച്ചിന്. എൻ്റെ രാവിലെ എന്ന് പറയുന്നത് അതാണ് കേട്ടോ. ഇല്ലെങ്കിൽ ഞാൻ അതിനേക്കാളും വൈകിട്ടാണ് എണീക്കൽ. അപ്പോൾ ഇപ്പം ഓണമായതുകൊണ്ട് തന്നെ എല്ലാവരുടെ വീട്ടിലും ഓണപ്പൂക്കളിൽ ഇടുന്നതായിരിക്കില്ലേ. അത്തം 10 വരെ നമ്മൾ പൂവിടണ്ടേ. അപ്പോൾ എൻ്റെ വീട്ടിലും ഇടലുണ്ട്. അപ്പോൾ ഞാൻ അമ്മമ്മനോട് പറഞ്ഞു, ഇന്ന് അമ്മമ്മ പൂവിടണ്ട, ഇന്ന് ഞാൻ പൂവിട്ടോളാന്ന് പറഞ്ഞു. ഇല്ലെങ്കിൽ വീട്ടിൽ രാവിലെ എണീച്ച് പൂവിടുന്നത് അമ്മമ്മയാണ്. പക്ഷെ രാവിലെ എണീച്ചപ്പോഴേക്കന്നെ നല്ല തണുപ്പുണ്ട്. അതിനെ മഞ്ഞ് കണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. കോട കണക്ക് കിടക്കുന്നുണ്ടാ, നല്ല തണുപ്പ് പുറത്ത്. ഇപ്രാവശ്യം നമ്മളെ വീട്ടിൽ കൃഷ്ണകിരീടം കുറേ പിടിച്ചിനി. കൃഷ്ണകിരീടം ഇല്ലേ, അതിനെ ഹനുമാൻ കിരീടം എന്ന് പറയും, കൃഷ്ണകിരീടം എന്ന് പറയും. വീടിൻ്റെ ബാക്കിലും സൈഡിലായിട്ട് കുറേ പിടിച്ചിന്. പക്ഷേ ഇപ്രാവശ്യം പിടിച്ചത് കുറഞ്ഞ തന്നെ ചെമ്പരത്തി ഇല്ലെങ്കിൽ കുറേ പിടിക്കലുണ്ടായിന്. പക്ഷേ ഇപ്രാവശ്യം നന്ന കുറവാണ്. ചെമ്പരത്തിയുടെ ഇലയെല്ലാം പുഴുവരിച്ച് കൊണ്ടുപോയി. കോളാമ്പിയും പിടിച്ചിട്ട് ഇപ്രാവശ്യം. പക്ഷെ കോളാമ്പി എന്നെല്ലാം പറയാനാകെ 4 എണ്ണയെ കിട്ടിയിട്ടുണ്ടായിട്ടും. മുട്ടുണ്ട് കുറേ കോളാമ്പീൻ്റെ. അമ്മമ്മ ഇന്നലെയും മിനിയാന്നെല്ലായിട്ട് കോളാമ്പി പറിച്ചിട്ട്, കോളാമ്പി തന്നെ അധികം അമ്മമ്മ പറിച്ചിടില്ല, അതുകൊണ്ട് കോളാമ്പി എല്ലാം കഴിഞ്ഞു. കോളാമ്പിയെല്ലാം പറിച്ച് ഞാൻ പൂവിടാൻ നിൽക്കുമ്പോൾ അമ്മ പറയുന്നത് അരിപ്പൂ അതാ കണ്ടത്തിൽ പിടിച്ചിട്ടിരുന്നു. അപ്പോഴേക്ക് കണ്ടത്തിൽ കുറേ അരിപ്പൂ പിടിച്ചിനി. പക്ഷെ എനിക്ക് ചളിയിൽ അങ്ങോട്ടേക്ക് പോകാനൊരു മടി. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, വേണ്ട, നമുക്ക് ഓണത്തിൻ്റെ തലേനാൾ പോയിട്ട് പറിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ വീടിൻ്റെ ബാക്ക് സൈഡ് ഒരു മഞ്ഞ പൂവില്ലേ, മഞ്ഞയിലും കാണും, അത് ഓറഞ്ചിലും കാണും. ഒന്നൊന്നല്ല, അതിങ്ങനെ കുറേ പിടിക്കും. അത് ഈ ഒരു പൂവ്, കുഞ്ഞി പൂവ്, അത് നമ്മളെ വീടിൻ്റെ സൈഡിൽ ഇങ്ങനെ പിടിച്ചിട്ടുണ്ട്. ആ പൂവ് ഇങ്ങനെ ഉതിർന്നാൽ നമുക്ക് മഞ്ഞ ചെണ്ടുമല്ലി പോലെ ഉണ്ടാവും. അധികം എല്ലാ പ്രാവശ്യം നമ്മൾ ഓണത്തിന് ആ മഞ്ഞ പൂവ് ഉതിർന്നിട്ടാണ് ഇടില്ല. കറക്റ്റ് ചെണ്ടുമല്ലിയുടെ ആ ഒരു ഇതിൽ വരും. കണ്ട ഈ ഒരു പൂവ് നിങ്ങൾക്ക് കാണുന്നുണ്ടോയെന്നറിയില്ല, കുറേ പിടിക്കും അത്. എനക്കാണെങ്കിൽ ഈ കാട്ടിലെല്ലാം പോയിട്ട് പൂ പറിക്കുമ്പോൾ പേടിയും ഉണ്ട്, പാമ്പായിട്ടുണ്ടാകുമെന്ന്. എനിക്ക് ഭയങ്കര പേടിയിലൊന്നാണ് ഈ പാമ്പ്. അതുകൊണ്ട് സൂക്ഷിച്ചാണ് പറിക്കുന്നത്. പിന്നെ ഈ ഒരു ഇല കണ്ട, റോസ്, ആ ഇലയും നമ്മൾ ഇടലുണ്ട്. അത് മുറിച്ചിട്ടെല്ലാം ഇട്ടാലും നല്ല രസമാണ് കാണാൻ. പക്ഷെ ഇന്ന് ഞാൻ പറിച്ചിട്ടാ, വെനയല്ലേ, അത് മുറിച്ച്, അതുകൊണ്ട് വെനയിലെ പരിപാടിക്ക് നിന്നിട്ട. ഇന്നങ്ങനെ വലിയ രീതിയിൽ പൂവിടേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ ഓണത്തിൻ്റെ അന്ന് മാത്രമേ വലിങ്ങനെ ഇടണ്ടൂ. ഇപ്പം നമ്മൾ 10-9 ദിവസം ചെറുങ്ങനെ ഇട്ടാൽ മതി. വലുതായിട്ട് ആഡംബരമായിട്ടൊന്നും ഇടേണ്ട ആവശ്യമില്ല. പിന്നെ ഒരു കാക്കപ്പൂ പോലത്തെ ഒരു പൂവുണ്ടായിരുന്നു. കാക്കപ്പൂവല്ല, അത് ഒരു വയലറ്റ് കളറിലില്ലേ, അതിൻ്റെ പേരെന്നാന്ന് എനിക്കറിയില്ല. അതും കുറേ ഉണ്ട്. എന്തോ ഭാഗ്യത്തിന് ഇപ്രാവശ്യം നമ്മളെ വീട്ടിൽ തന്നെ കുറേ പൂ പിടിച്ചിട്ടുണ്ടായിനിതാ, കുറേ ഉണ്ട്. ഈ വയലറ്റ് പൂവാന്ന് ഞാൻ പറഞ്ഞത്. പിന്നെ അതിനായിട്ടൊരു പിങ്ക് കളറിലെ പൂവുണ്ട്. അപ്പോൾ പൂവിൻ്റെ പേരെല്ലാം എന്താണെന്ന് എനിക്കറിയില്ല. കുറേ പിടിച്ചിന് വീട്ടിൽ പൂവ്. എനക്കാണെങ്കിൽ നല്ല തണുപ്പുണ്ട്. കണ്ടെന്ന് നോക്കിയാൽ നല്ല മഞ്ഞാണ്. തണുത്ത് വരച്ചിട്ടാണ് ഞാൻ ഈ മുറ്റടിക്കുന്നത്. ഇല്ലെങ്കിൽ ഇതെല്ലാം അമ്മമ്മ എന്നിട്ടാ ചെയ്യൽ. ഇതിപ്പോൾ ഞാനിന്ന് രാവിലെ എണീച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു, ഞാൻ ചെയ്തോളാന്ന് പറഞ്ഞു. മുറ്റടിച്ച് പൂവിടാൻ വേണ്ടിയിട്ട് മുറ്റം നല്ല വൃത്തിക്ക് അടിച്ച് വാരി. കാട്ടൊന്നുമില്ല, കാരണം ഇന്നലെ വൈകുന്നേരം അടിച്ചതല്ലേ, അതുകൊണ്ട് അങ്ങനെ കാട്ടൊന്നും ഉണ്ടായിട്ടാ. അമ്മമ്മ പറഞ്ഞു, വിളക്ക് കത്തിച്ചിട്ട് പൂവിട്ടാൽ മതി എന്ന് പറഞ്ഞു. ഞാനാണെങ്കിൽ പൂവെല്ലാം പറിച്ച് പൂവിടാൻ പോയതാണ്. അപ്പം അമ്മമ്മ പറഞ്ഞാൽ ഇപ്പോഴേ ഇടല്ല, വിളക്ക് കത്തിച്ചിട്ടല്ലേ പൂവിടണ്ടെന്ന് പറഞ്ഞു. അപ്പം അമ്മമ്മ വിളക്ക് കത്തിക്കുന്നേരം ഞാൻ പൂവും പറിച്ച് ഇങ്ങനെ ആടിയിരുന്നു. എനിക്ക് പണ്ടേ രാവിലെ എണീച്ച് പൂവലിടാൻ ഭയങ്കര ഇഷ്ടമാണ്. എനിക്കും ഇഷ്ടമാണ്, കുഞ്ഞാൾക്കും ഇഷ്ടമാണ്. പക്ഷെ രാവിലത്തെ ഉറക്ക് നമ്മളെ സമ്മതിക്കുകയില്ല പൂവിടാൻ. രാവിലെ അമ്മ അധികം വിളിക്കും, എണീക്ക് പൂവിടണ്ടേ എന്ന് പറഞ്ഞിട്ട് വിളിക്കും. പക്ഷെ നമുക്ക് എണീക്കാൻ പറ്റിയില്ല. ഇന്നെന്ത് ചെയ്യുമ്പോൾ നേരത്തെ എണീച്ച് വന്നാൽ നമ്മൾ ഇന്നലെ രാത്രിക്ക് നല്ല കൊതുകാന്നുണ്ടായത്. കൊതുകിൻ്റെ കടി കൊണ്ട് എനിക്ക് ഉറക്കം കിട്ടിയിട്ടേ ഇല്ല. അതാന്ന് തോന്നുന്നു ഞാൻ രാവിലെ എണീച്ചത്. അങ്ങനെ അടിച്ച് വൃത്തിയാക്കി അമ്മമ്മ വിളക്കും കത്തിച്ച് ഞാൻ പൂവിടാൻ വേണ്ടി ഇരുന്നു. പക്ഷെ പൂവിടാൻ വേണ്ടി ഇരുന്നപ്പം എങ്ങനെ ഇടേണ്ടതെന്നൊരു ഐഡിയ കിട്ടുന്നില്ല. ഇല്ലെങ്കിൽ നമ്മളെ വീടിൻ്റെ സൈഡെല്ലാം കുറേ തുമ്പപ്പൂ ഉണ്ടാവലുണ്ട്. ഇപ്രാവശ്യം ഉണ്ടായിന് കുറേ തുമ്പപ്പൂവിൻ്റെ ചെടി ഞാൻ കണ്ടിട്ടുണ്ടായിനി. പക്ഷെ വല്യമ്മ എന്ത് പണിയെടുത്ത് വെച്ചാൽ ബാക്കിൽ വൃത്തിയാക്കുന്ന സമയത്ത് തുമ്പപ്പൂവിൻ്റെ ചെടിയും കൂടി കൊത്തി അങ്ങ് കൊണ്ടുപോയി. അതുകൊണ്ട് ഇപ്രാവശ്യം തുമ്പപ്പൂ ഒന്നും കിട്ടിയിട്ടുണ്ടായിട്ടാ. നടുക്ക് ഞാൻ കോളാമ്പി വെച്ചു. നടുവിൽ ഏത് പൂവാന്ന് വെക്കേണ്ടതെന്ന് കിട്ടുന്നേ ഉണ്ടായിട്ടാ. ലാസ്റ്റ് ഞാൻ കോളാമ്പി അടിഭാഗം കട്ട് ചെയ്തിട്ട് കോളാമ്പി വെച്ചെടുത്തു. അതിൻ്റെ സൈഡിലെ ചെമ്പരത്തിയുടെ ഇലയും വെച്ചു. 2 ചെമ്പരത്തി അമ്മമ്മ മാറ്റി വെക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പടിഞ്ഞാറ്റിൽ വെക്കാൻ. ഈ ചെമ്പരത്തി കുഞ്ഞി ചെമ്പരത്തി, അധികം നല്ല വലുതല്ല ഉണ്ടാവില്ല, ഇത് ചെറിയ ചെമ്പരത്തി. അതുകൊണ്ടാണെങ്കിൽ അതിങ്ങനെ വെക്കുമ്പോൾ നല്ല വൃത്തിക്ക് നിൽക്കുന്നില്ല, പറന്ന് പോകുന്നു, നൈസായിട്ടുള്ള ചെമ്പരത്തി. പക്ഷെ ഇട്ട് കഴിഞ്ഞിട്ട് ലാസ്റ്റ് നല്ല വൃത്തി ഉണ്ടായിനി. ചേമ്പിൻ്റെ ഇലയിലാണ് ഞാൻ പൂവെല്ലാം പറിച്ചിട്ടിട്ടുണ്ടായത്. അത് നല്ല വലിയ ഇലയായതുകൊണ്ട് എത്ര പൂവ് വേണമെങ്കിലും അതിൽ പിടിക്കും. പക്ഷേ ഈ ഇല ചെറുതാണ് കേട്ടോ, നല്ല വലിയ ഇലയും ഉണ്ടായില്ല. അതെനിക്ക് പറിക്കാൻ പറ്റിയിട്ടാണ്, ഞാൻ ചെറുത്ത് പറിച്ചു. അപ്പം ഞാൻ എല്ലാ പൂവും അതിലിട്ടിട്ടുണ്ടായിരുന്നു. ഒരു പൂവും ഞാൻ വേസ്റ്റ് ആക്കിയിട്ടുണ്ടായിട്ടാ. കുഞ്ഞാവ് ഇന്നലെ രാത്രിക്ക് എന്നോട് പറഞ്ഞു, നമുക്ക് നാളെ രാവിലെ എണീച്ചിട്ട് പൂവിടാന്ന്. പക്ഷെ രാവിലെ ഞാൻ ഉറങ്ങി എണീച്ചിട്ട് ഓളേണെ വേണം പൂവിടാന്ന് പറഞ്ഞപ്പോഴേക്കും ഓൾ എണീക്കുന്നേ ഇല്ല, നല്ല ഉറക്ക്. ഞാൻ വിചാരിച്ചിന് ഓൾ എന്തായാലും രാവിലെ എണീക്കില്ല എന്നുള്ളത്.
അങ്ങനെ പൂവെല്ലാം ഇട്ട് കുറച്ച് കഴിഞ്ഞിട്ടാകുമ്പോൾ നമ്മളെ വീടിനപ്പുറത്തെ ഗോപാലേട്ടൻ വന്നത്. ഇവർ തമിഴ്നാട്ടിലാണ് ഉണ്ടായത്. ഇപ്പം ഇങ്ങോട്ടേക്ക് വന്നു. ഇവിടെ വന്നിട്ട് കുറേ ആയി. അപ്പോൾ ഭയങ്കര വൈബാണ്. രാവിലെ അച്ഛൻ പാട്ട് വെക്കും. പാട്ട് കേട്ടോണ്ട് ഡാൻസെല്ലാം കളിച്ചുകൊണ്ടാന്ന് വരല്. നല്ല രസമാണ് ഗോപാലേട്ടനോട് സംസാരിക്കാൻ. അധികം വരും വീട്ടിലേക്ക്. നമ്മളെ വീടിനപ്പുറം തന്നെ. ഞാൻ ആ മഞ്ഞ പൂവ് പറിക്കാൻ പോയിട്ട് അന്നേരം കാണും അവരുടെ വീട്. അതിൻ്റെ ബാക്കിൽ തന്നെയായി. അങ്ങനെ ചായക്ക് വീട്ടിൽ പുട്ടും കടലക്കറിയും ആക്കിയിട്ടുണ്ടായത്. എനിക്ക് പുട്ട് അത്ര വലിയൊരു ഇഷ്ടമല്ല. എനിക്കത് ദഹിക്കാത്ത പോലെ തോന്നും. അപ്പോൾ ഇത് നമുക്കാക്കിയത് അധികം മസാലയൊന്നും ഇല്ലാണ്ട്. അച്ഛന് വേറെ തന്നെ ആക്കി. അച്ഛന് നല്ല എരിവും പുളിയും എല്ലാം വേണം. പക്ഷേ എനിക്കൊന്നും അങ്ങനെ അത്ര എരിവ് വേണ്ട. അതുകൊണ്ട് അമ്മമ്മ വേറെ തന്നെ എടുത്തിട്ട് അച്ഛന് മാറ്റിയിട്ട് ആക്കിയെന്ന്. അമ്മ നമുക്കാക്കി, അമ്മമ്മ അച്ഛനാക്കുന്നത്. അച്ഛന് മാത്രം. അച്ഛന് വേറെ തന്നെ വേണം. ഭയങ്കര എരിവെല്ലാം ഇട്ടിട്ട്. പക്ഷെ നമുക്ക് അത്ര അങ്ങനെ അത് ശരിയാവില്ല. അത് കണക്കിനെ ചിക്കൻ കറി ആക്കുമ്പം അച്ഛന് നല്ലോണം അരവ് വേണം. പക്ഷെ നമുക്കങ്ങനെയല്ല. എനിക്കെന്ന് പറഞ്ഞാൽ എനിക്കങ്ങനെ എരിവ് എനിക്ക് ശരിയാവുകയില്ല. ഇഷ്ടമല്ല. എനിക്കിങ്ങനെ വായ വേഗം പൊള്ളുന്നല്ല, എനിക്ക് എരിവ് സഹിക്കാൻ പറ്റിയില്ല. അപ്പം ഞാനാണെങ്കിൽ വീട്ടിൽ എരിവിടാൻ ഞാൻ സമ്മതിക്കുകയില്ല. അതുകൊണ്ട് എനിക്കും കുഞ്ഞാവുക്കും അമ്മ വേറെ തന്നെ ആക്കും. അച്ഛനും അമ്മക്കെല്ലാം വേറെ ആക്കും. അമ്മക്കും അങ്ങനെ എരിവ് വേണ്ട. അമ്മയും നമ്മക്കാക്കുന്ന കറി തന്നെ കഴിക്കൽ. എനിക്ക് എരിവ് അങ്ങനെ ശരിയാവുകയില്ല. പണ്ടേ എരിവ് കഴിക്കില്ല. പണ്ട് നമുക്ക് ഈ മീനെല്ലാം പൊരിക്കുമ്പം ഉപ്പും മുളക് പൊടിയും മഞ്ഞപ്പൊടിയെല്ലാം ഇടുന്നുണ്ട്. പക്ഷെ നമുക്ക് അങ്ങനെ തരല് വെച്ചാൽ മഞ്ഞപ്പൊടി മാത്രം ഇട്ടിട്ട് ഉപ്പും മഞ്ഞപ്പൊടിയും ശരിയാവുകയില്ല. പണ്ടേ എരിവ് ശരിയാവില്ല നമുക്ക്. അതിനിടയ്ക്ക് നമ്മളെ വീടിന് മുന്നിൽ റംബൂട്ടാൻ നട്ടിട്ടുണ്ടായിനി. അതിനാണെങ്കിൽ ഇങ്ങനെ പുഴുയിരിക്കുന്നു. പെട്ടെന്നാണ് ഈ റംബൂട്ടാൻ വളർന്നത്. അച്ഛൻ നട്ടയാണ്. അച്ഛൻ വീടിൻ്റെ ബാക്ക് സൈഡിൽ ചാക്കിൽ നട്ടു. നല്ല വളർച്ച വന്നിട്ടുണ്ടായിനി. അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് മുന്നിലേക്ക് മാറ്റാമെന്ന് പറഞ്ഞിട്ട് ഞാനും അമ്മയും സുഹൃത്താട്ടനും കൂടിയിട്ട് മുന്നിൽ നട്ടു. ശരിക്കും പറഞ്ഞാൽ ഈ റംബൂട്ടാനിൽ എല്ലാവർക്കും ഒരു പങ്കുണ്ട്. റംബൂട്ടാൻ വീടിൻ്റെ ചുറ്റുപാടത്തായിട്ട് കുറേ ഉണ്ട്. എനിക്കാണെങ്കിൽ റംബൂട്ടാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ ഈ കുരുവെല്ലാം നടും, വീടിൻ്റെ ചുറ്റും നടും. അതുകൊണ്ട് കുറേ സ്ഥലത്ത് ഇങ്ങനെ റംബൂട്ടാൻ തഴുത്തിട്ടുണ്ട്. പെട്ടെന്ന് റംബൂട്ടാൻ പിടിക്കുന്ന ആ കുരു നട്ടാൽ പെട്ടെന്ന് വളരുന്നുണ്ട്. അച്ഛനാണെങ്കിൽ ഇതിൽ കുറേ വളമെല്ലാം ഇട്ടിട്ടുണ്ടായിന്. അതുകൊണ്ട് ഈ റംബൂട്ടാൻ പെട്ടെന്ന് വളർന്നു. വീടിൻ്റെ ബാക്ക് സൈഡെല്ലാം കുഞ്ഞി തയ്യലുണ്ട് റംബൂട്ടാൻ്റെ. റംബൂട്ടാനും അതുപോലെ തന്നെ ലിച്ചിയില്ല. എനിക്ക് ലിച്ചിയും ഭയങ്കര ഇഷ്ടമാണ്. ലിച്ചീൻ്റെയും ഞാൻ അന്നേ കുരു നട്ടിട്ട് ഞാനും സുഹൃത്താട്ടനും നട്ടിട്ട് പിടിച്ചിട്ടുണ്ടായിനി. പിടിച്ചതല്ല, വളർന്നിട്ടുണ്ടായിനി തൈ. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും തന്നാനേ ചീഞ്ഞു പോയി. ഞാൻ എൻ്റെ ലിച്ചി ഒന്നുകൂടി മേടിച്ചിട്ട് നട്ടു. അതിപ്പം തേക്കണത്രേ. 2 ദിവസത്തിനുള്ളിൽ തേക്കുമായിരിക്കും. കുറേ ആയി നട്ടിട്ട്. ഫ്രൂട്ട്സ് ഉണ്ട് വീട്ടിൽ കുറേ. സപ്പോട്ട, ചാമ്പക്ക, സീതാപ്പഴം, മുള്ളാത്തയില്ലേ, മുള്ളാത്ത തൈ. ഈ ഒരു കട്ടിപ്പച്ച ഇല കണ്ട, അത് മുള്ളാത്തയാണ്. ഇതൈ വലുത് നല്ല ടേസ്റ്റാണ്. അതിനൊരു വേറെ രുചിയാണ്. സീതാപ്പഴം ആ ഒരു ടൈപ്പ്. ക്യാൻസറിനെല്ലാം നല്ലതാണെന്ന് പറയുന്നേക്കാം. വലുതാവും അത് മുള്ളാത്ത. അതാണെങ്കിൽ അതിന് മുന്നേ അപ്പുറത്തെ മരം മുറിക്കുന്ന സമയത്ത് അവർ നമ്മളോട് ചോദിക്കാണ്ട് ഇത് കൊത്തിയിട്ടുണ്ടായിനി. നല്ല ഹൈയിൽ നല്ല നീളത്തിൽ പോയതാണ്. അവരത് കൊത്തി. ഞാനുണ്ടെങ്കിൽ ഞാൻ അവരെ പറയട്ടി കൊത്തണ്ടാന്ന്. പക്ഷേ ഞാനില്ലാത്ത സമയത്ത് വന്നിട്ട് കൊത്തിയത്. ഞാനും ഉണ്ടായിട്ട് അച്ഛനും ഉണ്ടായിട്ടാ. നമ്മളില്ലാത്ത സമയത്ത് വന്നിട്ട് അത് കൊത്തിയിട്ടും പോയി. വീടിന് ചുറ്റും കുറേ പൂവ് പിടിച്ചോണ്ട് തന്നെ കുറേ പൂമ്പാറ്റയുണ്ട്. ഇതിൻ്റെ ചിറകിന് എന്തോ പറ്റീന്ന് തോന്നുന്നതാ. കുറേ നേരമായി ഞാൻ നോക്കുന്നത്. ചിറക് അതിനെ മര്യാദക്ക് ഇട്ട് പറക്കാൻ പറ്റുന്നില്ല. ഇത് കൊക്കോപ്പഴമാണ് കേട്ടോ. കൊക്കോപ്പഴത്തിൻ്റെ കുരു അമ്മമ്മ നട്ടിട്ടുണ്ടായിനി. അതെല്ലാം ഒരുമിച്ച് തീർത്തു. അങ്ങനെ ഞാനും ചാടിക്കാൻ വേണ്ടി പോയി. അച്ഛൻ ഞാൻ പറഞ്ഞല്ലോ, അച്ഛൻ അധികം പുറത്തുനിന്നാണ് ഭക്ഷണം കഴിക്കൽ. ഉള്ളിൽ നിന്ന് കഴിക്കും, രാത്രിയിൽ ഉള്ളിൽ നിന്ന് കഴിക്കും. പക്ഷേ രാവിലെ ഉച്ചക്കെല്ലാം പുറത്തുനിന്ന് കഴിക്കൽ. പുറത്തുനിന്ന് കഴിക്കാനും നല്ല സുഖമാണ്. ഞാൻ ഇന്ന് ഓണത്തിൻ്റെ ഡ്രസ്സ് എടുക്കാൻ പോകാമെന്ന് വിചാരിച്ച് ഇങ്ങനെ നിന്നെയാണ്. ഡ്രസ്സ് ഒന്ന് അച്ഛൻ എടുത്തിട്ടുണ്ടായിന്. അത് നല്ല രസമുണ്ടായിന്. എനിക്കും അമ്മക്കും കുഞ്ഞാക്കും ഒരുപോലത്തെ. നമ്മളോട് പറയാണ്ട് നമുക്ക് സർപ്രൈസ് ആക്കിയതാണ്. നല്ല ഉണ്ടായിന് ഡ്രസ്സ്. സുഹൃത്താട്ടനും എല്ലാ പ്രാവശ്യം എടുത്ത് തരലുണ്ട്. അപ്പോൾ സുഹൃത്താട്ടൻ പറഞ്ഞു നമുക്ക് പോയിട്ട് ഇന്ന് ഡ്രസ്സ് എടുക്കാമെന്ന് പറഞ്ഞു. പോകാമെന്ന് പറഞ്ഞെടുക്കുക. അതിനിടയ്ക്ക് അവർക്ക് തിരക്ക് വന്നു, വേറെ എന്തോ ആവശ്യം വന്നു. അപ്പോൾ പറഞ്ഞു നാളെ മറ്റന്നായിട്ട് പോകാമെന്ന് പറഞ്ഞു. ഞാൻ അതിനിടയ്ക്ക് ചായ കുടിച്ചിട്ട് അലക്കാനുണ്ടായിന്. 2 ദിവസത്തെ ഇന്നലെ അലക്കിയിട്ടുണ്ടായിട്ട്. ഇന്നലെ ഒന്നും കഴിയുന്നുണ്ടായിട്ടാ. മഴച്ചാറ്റിൽ കൊണ്ടിട്ടുണ്ടായിന്. അതുകൊണ്ട് തന്നെ തൊണ്ടവേദനയും ഒരു പനി പോലെ. പനി ഉണ്ടായിട്ടാ, പക്ഷെ ഒരു മേലും കൈ വേദന ഒന്നും കഴിയാണ്ടുണ്ടായിന്. ഞാൻ ഡ്രസ്സാടെ അങ്ങനെ കൂട്ടി വെച്ചു. ഇന്നത്തെയും ഇന്നലക്കാന്ന് വിചാരിച്ചിട്ട്. ഇപ്പം അലക്കുന്നതല്ല, പുതിർത്തി വെക്കണ്ടേ കുറച്ച് നേരം. ചളിയൊന്നും ഇല്ല. ഞാനങ്ങനെ എവിടെയും പോയിട്ടാ. വീട്ടിൽ നിന്നുള്ള ഡ്രസ്സേ ഇല്ലു. അതുകൊണ്ട് തച്ചലക്കേണ്ട ആവശ്യമില്ല. ഞാനങ്ങനെ ഡ്രസ്സെല്ലാം പുതിർത്താൻ വേണ്ടി വെച്ചു. ഇടയ്ക്ക് പുതിർത്തിയാലും ഞാൻ മറക്കും. ഇടയ്ക്ക് പുതിർത്തിയിട്ട് അതിനുള്ളിൽ പോയിട്ട് ഫോണിൽ കുത്തി കളിക്കും. ആരുടെങ്കിൽ വർത്താനം പറയും. പിന്നെ ഈ പുതിർത്താൻ വെച്ചത് ഓർമ്മയുണ്ടാവില്ല. കുറേ കഴിഞ്ഞ് ഉച്ചയായി ചോറെല്ലാം വെച്ച് വൈകുന്നേരം ആകുമ്പോഴേക്കും ഞാൻ പുതിർത്തീനല്ല എന്നുള്ളത് ഓർക്കൽ. ഞാൻ ഡെയിലി അലക്കയില്ല. ചില സമയത്ത് അമ്മ അലക്കും, ചില സമയത്ത് അമ്മമ്മ അലക്കും. ക്ലാസ്സിനെല്ലാം പോകുന്നതുകൊണ്ട് ഡെയിലി അലക്കയില്ല. അലക്കാൻ വേണ്ടി പുതിർത്തിയാലിനെ ചില സമയത്ത് എനിക്ക് ഓർമ്മയുണ്ടാവില്ല.
അങ്ങനെ കുറേ പ്രാവശ്യം പറ്റിയിട്ടുണ്ട്. പുതിർത്തിയിട്ട് ഞാൻ എൻ്റെ ഒരു ഡ്രസ്സ് അലക്കുമ്പോഴേക്കും മഴ വന്നു. ഞാൻ എനിക്ക് ഡ്രസ്സ് അവിടെ വെച്ചിട്ട് ഉള്ളിൽ പോയിരുന്ന് മഴ മാറിയിട്ടാകുമ്പം പുറത്തേക്ക് അലക്കാൻ വേണ്ടി ഇറങ്ങുമ്പോഴുണ്ട് ഞാൻ അവിടെ വെച്ച ഡ്രസ്സിനുള്ളിൽ കരിങ്കണ്ണൻ. അത് കടിക്കും, കുത്തിയാൽ ഭയങ്കര വേദനയാണ്. വിഷമുണ്ട് തോന്നുന്നു അതിന്. കരിങ്കണ്ണെന്നല്ല കരിങ്കണ്ണെന്നെന്തോ പറയലുണ്ടതിനാ. കരിങ്കണ്ണെന്നാന്ന് തോന്നുന്നു, എനിക്കറിയില്ല കേട്ടോ. ശരിക്കും അറിയുന്നവർ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. ചെറുത്, അതിൻ്റെ കുഞ്ഞ് ചെറുതാണെന്നുണ്ടായത്. ചില സമയത്ത് വലുതെല്ലാം ഉണ്ടാവും. ഞാൻ കാണിച്ചു തരാം, നിങ്ങൾക്ക് ഇതിൽ കാണുമോയെന്നറിയില്ല. അടുത്തുനിന്ന് കാണിച്ചു തരാം. എടുത്ത് അവിടെ പോയി വിളിച്ചിനിതാ ചെറുത്. ഞാൻ അതിനെക്കൊണ്ട് തട്ടിക്കളഞ്ഞ. കുത്തിയാൽ ഭയങ്കര വേദനയാണ്. ഇതുവരെ കുത്തിയിട്ടാ അമ്മയെല്ലാം പറയുന്നത് കേൾക്കാം. അങ്ങനെ അതിനെ പായിച്ചിട്ട് ഞാൻ വീണ്ടും അലക്കാൻ തുടങ്ങി. ഇപ്പം ഇടയ്ക്കിടയ്ക്ക് മഴ. ഓണത്തിൻ്റെ സമയത്തല്ലേ ഈ മഴ വരുമ്പോൾ ആകെ ഭ്രാന്ത് പിടിക്കുന്നു. ഓണം വരെ മഴയുണ്ടെന്നാണ് ന്യൂസിലുണ്ടായത്. കണ്ടിട്ട് ആകെ സങ്കടം തന്നെ. ഓണത്തിനെല്ലാം നല്ല വൃത്തിക്ക് അടിച്ച് പൊളിക്കാൻ വിചാരിക്കുമ്പോഴേക്കും മഴ എല്ലാം കൊണ്ട് നശിപ്പിക്കും. ഇത്ര നാളും പെയ്തതൊന്നും മതിയായിട്ട. അതിനിടയ്ക്ക് വല്യമ്മ സുഖമില്ലാത്തതുകൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോയെന്ന്. ഒറ്റക്കന്നെ പോകുന്നതുകൊണ്ട് അമ്മ ചോദിച്ചു ഞാൻ വരണോ ചോദിച്ചു. അപ്പോൾ പറഞ്ഞു വേണ്ട, ഞാൻ പോയിട്ട് വരാം വേഗം എന്ന് പറഞ്ഞു. ഇപ്പം എല്ലായിടത്തും പനി. എനക്കന്ന് വന്നത് തന്നെ ഞാൻ മറക്കൂല. കുറേ 2 ആഴ്ച വരെ ഞാൻ കിടന്നു. പിന്നെ പ്രശ്നമൊന്നും ഉണ്ടായിട്ട് പിന്നെ നല്ല വൃത്തിക്കായി. ഇന്നലെ ഞാൻ മഴച്ചാറ്റിൽ കൊണ്ടിട്ടുണ്ടായിന്. സുഹൃത്താട്ടൻ്റെ വീട്ടിൽ നിന്ന് വരുമ്പോൾ മഴച്ചാറ്റിൽ കൊണ്ടു. ആദ്യം ഒന്നും കഴിയാണ്ടായി. അതാ ഇന്നലെ ഞാൻ അലക്കിയിട്ട് ഇറട്ടി. ഇന്നലെ ഒന്നും കഴിയുന്നുണ്ടായിട്ടാ. പനി വരും തന്നെ വിചാരിച്ചു. എന്തോ ഭാഗ്യത്തിന് പനി വന്നിട്ട്. എനിക്ക് ഇഷ്ടേയില്ല ഈ പനി വരുന്നത്. ആർക്കും ഇഷ്ടമല്ല. പക്ഷെ എനിക്കിങ്ങനെ മേലും കൈയും വേദനയൊന്നും സഹിക്കാനാവേയില്ല. അതിനിടയ്ക്ക് ഇപ്പോൾ ബാഗിലേക്ക് ചടം പോകും. ഞാൻ വീടെടുക്കുന്നതെന്ന് അറിയേയില്ല. അപ്പം മുണ്ട് മടക്കാൻ വേണ്ടിയിട്ട് ഇപ്പുറത്തേക്ക് വന്നത്. അപ്പുറം ആരും ഇല്ല. കുളിച്ചിട്ട് നേരെ വന്നതാന്ന്. ഞാൻ വീടെടുക്കുന്ന അറിയേയില്ല. എന്നെ കണ്ടവിടെ അവിടെ സ്റ്റക്കായി. ഞാൻ വരുന്നേയില്ല. അവർ തിരിച്ചു പോയി. ഞാൻ അവർ വന്നോ ഞാൻ വീഡിയോ ഇടുവൊന്നുമില്ല കട്ടാക്കി കൊളന്നറിട്ട് വന്നു. പക്ഷെ ഞാൻ കട്ടാക്കിയിട്ട. പാവന്നെ. ഇനി വീഡിയോ കാണുമ്പോൾ നീ എന്തിനാ അത് എടുത്തിട്ടേ വയ്ക്കും. എവിടെയോ ഷൂട്ടിനാറ്റം പോയെന്ന്. അപ്പോൾ ഞാൻ ഈ ഷോർട്സിനെ കൊണ്ട് കുറേ നേരമായി കളിക്കുന്നത്. അലക്കാനാണെങ്കിൽ ഇത് സുഹൃത്താട്ടം ഫുട്ബോൾ കളിക്കുമ്പോൾ ഷോർട്സാണ്. അതിനാണെങ്കിൽ ചളിയല്ല എന്തോ കറയാറ്റം പറ്റീന. ആ കറയാണെങ്കിൽ അലക്കിയിട്ടും പോകുന്നില്ല. കുറേ നേരം അലക്കി നോക്കി, പക്ഷെ അത് പോകുന്നില്ല. ഞാൻ എൻ്റെ അത് അടങ്ങനെ ഇട്ട് കുറച്ച് അലക്കി കഴിഞ്ഞിട്ടാകുമ്പോഴാണെങ്കിൽ വീണ്ടും മഴക്കാറ് പിടിച്ചു. ഇടയ്ക്കിടയ്ക്കേ മഴ. കുറച്ച് നേരം മഴ പെയ്യും, കുറച്ച് നേരം വെയിൽ വരും, വീണ്ടും മഴ പെയ്യും. ദേഷ്യം വരുന്നതാണെങ്കിൽ ഈ ആറിയിട്ട തുണിയൊന്നും നേരം ഉണങ്ങുമില്ല. ഭ്രാന്ത് പിടിക്കും. അങ്ങനെ മഴയെല്ലാം മാറിയിട്ടാകുമ്പോൾ ഞാൻ എൻ്റെ ഡ്രസ്സെല്ലാം അലക്കി ആറിയിട്ടു. ചോറ് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് അടുക്കളയിലേക്ക് കയറുമ്പോൾ അമ്മമ്മ ചായ ആക്കുന്നു, പാൽ ചായ. അമ്മമ്മേരെ ഏച്ചിയുണ്ട്. അതായത് കിച്ചുവേട്ടൻ അന്നൊരു സ്റ്റോറി ഇട്ടുണ്ട്, ഡാൻസ് കളിച്ചിട്ടില്ലേ. നമ്മളെ നാട്ടിലെ ഏറ്റവും ഏജായിട്ട് ഒരു അമ്മമ്മ ഡാൻസ് കളിച്ചെന്നുള്ളതാണ്. ഡാൻസ് എല്ലാം കളിക്കും. അപ്പം എൻ്റെ അമ്മമ്മേരെ സ്വന്തം ഏച്ചിയാണ്. അപ്പം അമ്മമ്മ അധികവും ഇടുന്നാന്ന് ചായ അടിക്കൽ. ഇന്നാണെങ്കിൽ അമ്മമ്മനെ കാണാത്തതുകൊണ്ട് കുറേ നേരം കാത്തുന്നു. പിന്നെ അമ്മമ്മനെ കാണാത്തതുകൊണ്ട് ഞാൻ വരൂലായിരിക്കും എന്ന് വിചാരിച്ചിട്ട് ചായ മറിച്ചു, പാൽ ചായ. ഉച്ചയാകുമ്പോൾ ഉണ്ട് മെല്ലെ നടന്നുകൊണ്ട് വരുന്നത്. അമ്മമ്മക്കാണെങ്കിൽ ആകെ എന്തോ ആയി. ചായ മറിക്കുകയും ചെയ്ത്. അമ്മമ്മ എന്നിട്ട് വൈകുന്നേരത്തേക്ക് ആക്കാൻ വെച്ച പാൽ ചായ എടുത്തിട്ട് അമ്മമ്മക്ക് ഉച്ചക്ക് ചായ ആക്കി കൊടുത്തു. അമ്മമ്മ ചായ അടിക്കുമ്പോൾ ഞാൻ ചോറ് കഴിച്ചു. അപ്പോഴേക്കും 2 മണി 2:15 അടുത്തായിട്ടുണ്ടായിനി. നല്ല വിശപ്പും വിശന്നിട്ടുണ്ടായിനി. അങ്ങനെ ഞാൻ ചോറ് കഴിച്ചു. ലക്ഷ്മി അമ്മയോട് വർത്താനം പറഞ്ഞിരിക്കാൻ നല്ല രസമാണ്. ഭയങ്കര കോമഡിയാണ്. എൻ്റെ അമ്മമ്മേരെ ഏട്ടി. ഈ പണ്ടില്ലവരെല്ലാം ഏച്ചിമാരെ ഏട്ടി എന്നാണ് വിളിക്കൽ. അമ്മമ്മേൻ്റെ പേര് ലക്ഷ്മി എന്നാണ്. അപ്പോൾ ലക്ഷ്മി നല്ല ഷോർട്ടാക്കിയിട്ട് എല്ലാവരും ലച്ചോൺ ടീ എന്നാണ് വിളിക്കൽ. ലക്ഷ്മി ഏട്ടി എന്നുള്ളത് ലച്ചോൺ ടീ എന്നാക്കിയിട്ട് വിളിക്കും. ഇപ്പം ഈ ഏട്ടി എന്നുള്ള വിളിയനാണെങ്കിൽ കുഞ്ഞാക്കും ഞാൻ ഏട്ടി ആയിരിക്കട്ടെ. മണിക്കുട്ടി ഏട്ടി എന്ന് വിളിക്കോളെന്നാ. എന്താ ഭാഗ്യം, ഏട്ടിയെല്ലാം മാറിയിട്ട് ഇപ്പോൾ ഏച്ചിന്ന് തന്നെ ആയത്. ഇവർ രണ്ടാളും വർത്താനം പറയുന്നത് കേൾക്കാനും നല്ല രസമാണ്. എല്ലാം ആ ലക്ഷ്മി അമ്മമ്മയുടെ അടുക്ക് രാവിലെ മുതൽ വൈകുന്നേരം വരെ എന്തെല്ലാം നടന്നത് അതെല്ലാം അമ്മമ്മക്ക് ഇങ്ങനെ അഭിനയിച്ച് കാണിച്ചു കൊടുക്കും. കോമഡിയിൽ അഭിനയിച്ച് കാണിച്ചു കൊടുക്കും. നല്ല രസമാണ്. വർത്താനം കേൾക്കാൻ നല്ല രസമാണ്. ഇപ്പം എന്തെങ്കിലും മനസ്സിന് വിഷമോ സങ്കടമോ ഉണ്ടെങ്കിൽ ഇവരെ വർത്താനം കേട്ടാലും ഒറ്റടിക്ക് ഓക്കെ ആവും. അങ്ങനെ നേരെ അമ്മമ്മനോട് കുറേ നേരം വർത്താനം പറ്റി മെല്ലെ കുഞ്ഞാരുടെ അടുത്തേക്ക് പോയി. ഓളെടുത്ത് പോയിട്ട് ഓക്ക് ഓരോ കോമഡി ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അമ്മ ചിരിച്ച് അമ്മമ്മയോട് വർത്താനം പറയാൻ നല്ല രസമാണ്. കോമഡിയിലും കേൾക്കാൻ നല്ല രസമാണ്. ചിരിച്ചാൽ പിന്നെ നിർത്താനേ ഇല്ല. അതിനുശേഷം ഞാൻ വീട്ടിൽ ഇതിനിടയിൽ മാങ്ങ മേടിച്ചിട്ടുണ്ടായിരുന്നു അമ്മമ്മ. ഒരു 2-3 ദിവസമായി. അത് ഉപ്പിലിടാ വിചാരിച്ചിട്ട് മറന്നു പോയി. അപ്പം മിനിയാന്നേ മേടിച്ചതാണ്. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു അതെടുത്ത് ഉപ്പിലിടാൻ വിചാരിച്ചു. കാണുമ്പം നല്ല റെഡ് ആപ്പിൾ പോലെ ഉണ്ടല്ലേ. ഞാൻ ഫസ്റ്റ് വിചാരിച്ചത് ആപ്പിൾ എന്നാണ്. ഒരു ഗ്രീൻ ആപ്പിൾ ഇല്ലേ, അതെന്ന് വിചാരിച്ചേ. പിന്നെ നോക്കുമ്പോൾ അമ്മമ്മ പറഞ്ഞ മാങ്ങയാണ് ഉപ്പിലിടാൻ വേണ്ടി മേടിച്ചതാണ്. എനിക്ക് ഉപ്പിലിട്ടതെല്ലാം ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഞാൻ മാങ്ങ എടുത്തിട്ട് മുറിച്ചു. ആദ്യം ഞാൻ വിചാരിച്ചു കുഞ്ഞായിട്ട് അരിയാന്ന് വിചാരിച്ചു. പിന്നെ വിചാരിച്ചു വേണ്ട, നീളത്തിൽ അരിയാം. കുഞ്ഞായിട്ട് അരിയുമ്പോൾ കുറച്ച് പണിയാണ്. അതുകൊണ്ട് ഞാൻ നീളത്തിൽ തന്നെ അരിഞ്ഞു. അതാകുമ്പോൾ പെട്ടെന്ന് പണി തീർന്നല്ല.
അതിനിടയ്ക്ക് ഞാൻ മാങ്ങ മുറിക്കലും ആകെ 4 മാങ്ങ ഉണ്ടായിട്ടും അതിലൊരു മാങ്ങ പകുതിയും ഞാൻ പച്ചക്ക് തിന്ന് തീർത്തു. ഞാനാണെങ്കിൽ മുറിക്കുന്നു തിന്നുന്നു. അത് കണ്ടിട്ട് അമ്മമ്മ പറഞ്ഞു ഞാൻ എന്നെ മുറിച്ചോളാം, ലാസ്റ്റ് ഉപ്പിലിടാൻ ഒന്നും ഇല്ലാണ്ടായി പോകുമെന്ന് പറഞ്ഞു. എനിക്ക് ഈ പുളിയെല്ലാം ഭയങ്കര ഇഷ്ടമാണ്. അത് എന്ത് പുളിയൊന്നുമില്ല, അതിപ്പോൾ മാങ്ങേൻ്റെതായാലും നെല്ലിക്കരായാലും പുളി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, പണ്ടേ അതെ. അമ്മമ്മേനെ മുറിച്ചത് നല്ല തന്നെ. ഞാനിങ്ങനെ മെല്ലെ കൈമുറിയോ എന്ന് പേടിച്ചിട്ട് മെല്ലെ അരിയുന്നുണ്ടായത്. അമ്മമ്മക്ക് നല്ല സ്പീഡുണ്ട്, എനിക്ക് സ്പീഡില്ല മുറിക്കാൻ, എനിക്ക് മെല്ലെ ആവുമല്ലോ. അതിനിടയ്ക്ക് ചോറ് കഴിച്ചിട്ടല്ല ഇങ്ങനെ ഇരിക്കുമ്പോൾ കുഞ്ഞാവ് പറയുന്നുണ്ട് നമുക്ക് വൈകുന്നേരം ഫുഡ് കഴിക്കാൻ പോവാം, സ്കൂട്ടി എടുത്തിട്ട് പോവാമെന്ന് പറഞ്ഞു. അച്ഛനിപ്പോൾ കാറ് മേടിച്ച ശേഷം അച്ഛനിപ്പം ഡെയിലി കാർ തന്നെയാണ് എടുക്കൽ. അപ്പോൾ ഈ സ്കൂട്ടി സൈഡായി, സ്കൂട്ടി ഇപ്പോൾ ആരും എടുക്കുകയില്ല. അതാണെങ്കിൽ ആരും എടുക്കാണ്ട് മൂലയ്ക്ക് വെച്ചിട്ട് സ്കൂട്ടി ഫുള്ള് പോയി. അച്ഛൻ എനിക്ക് രാവിലെ എന്നോടും കുഞ്ഞാരോടും കുറേ പറഞ്ഞു, നിങ്ങൾക്ക് വണ്ടി എടുത്തിട്ട് എവിടെയെങ്കിലും പോയിക്കൂടെ, വണ്ടി ഫുള്ള് പോയില്ല അവിടെ സൈഡ് വെച്ചിട്ട് എന്ന് പറഞ്ഞു. നമ്മയാണെങ്കിൽ അത് എടുക്കലേ ഇല്ല. അപ്പോൾ കുഞ്ഞാവ് പറഞ്ഞു നമുക്കിന്ന് വണ്ടി എടുത്തിട്ട് ഫുഡ് കഴിക്കാൻ പോവാമെന്ന് പറഞ്ഞു, പയ്യന്നൂരേക്ക് പോവാമെന്ന് പറഞ്ഞു. എനിക്കാണെങ്കിൽ ഞാൻ പണ്ട് 7ാം ക്ലാസ്സിൽ വണ്ടി പഠിച്ചിന്, എന്നെ അച്ഛൻ പണ്ടേ പഠിപ്പിച്ചിനി, എന്നെ അതെ കുഞ്ഞാവനതെ. അങ്ങനെ അമ്മമ്മ മാങ്ങയെല്ലാം മുറിച്ച് എനിക്ക് തന്നു. ഞാൻ പറഞ്ഞു ഉപ്പിലിടുന്നത് ഞാൻ ഇട്ടോളാം, അമ്മമ്മ ഇടണ്ടെന്ന് പറഞ്ഞു. ഇല്ലെങ്കിൽ ഈ ഭരണിയിലാണ് ഇടൽ. പക്ഷേ ഈ മാങ്ങ അതിൽ ഒതുങ്ങുമെന്ന് തോന്നുന്നില്ല. ഞാൻ കഴിഞ്ഞ പ്രാവശ്യത്തിൽ അരിനെല്ലിക്ക് ഇട്ടിട്ടുണ്ടായിനി, അരിനെല്ലിക്കില്ലേ കുഞ്ഞു നെല്ലിക്ക അത് ഇട്ടിട്ടുണ്ടായിനി. ആ ഭരണി ചെറുതായതുകൊണ്ട് തന്നെ മാങ്ങ കുറേ ഉണ്ടായിനി, കുറേ എന്നല്ല 4 മാങ്ങ. പക്ഷെ അത് മുറിച്ചിട്ടാകുമ്പം നല്ലോണം ഉണ്ടായിനി. ആ ഭരണിയിൽ അത് ഒതുങ്ങൂല, അതുകൊണ്ട് ഞാൻ വേറെ പാട്ടയിലാക്കി വെച്ചു. കാന്താരിയാണ് നല്ലത്, പക്ഷെ കാന്താരി കിട്ടിയിട്ടുണ്ടായിട്ട് ആ വീട്ടിലുണ്ടായിനി. അതെല്ലാം നമ്മൾ കറിക്കെടുത്തു, ചോറിനെടുത്തു, കാന്താരി എല്ലാം കഴിഞ്ഞു. ഇപ്പോൾ പച്ചമുളക് മാത്രമുണ്ട്. ഞാൻ മാങ്ങ ഉപ്പിലിട്ടാൽ തന്നെ പെട്ടെന്ന് തീർക്കും, ഇടയ്ക്കിടയ്ക്ക് എടുത്ത് കഴിക്കും. അതുകൊണ്ട് തന്നെ അമ്മ അധികം ഇവിടെ വീട്ടിൽ ഉപ്പിലിടുന്ന സമയത്ത് സിറുക്ക അങ്ങനെ ഒഴിക്കുകയില്ല, കുറച്ചേ ഒഴിക്കലുണ്ടായിട്ടും. സിറുക്ക വയറ്റിൽ ഏറ്റവും മോശമാണ്. അതുകൊണ്ട് അമ്മ എനിക്കങ്ങനെ സിറുക്ക അധികം ഉപ്പിലിടുമ്പോൾ ആക്കുകയില്ല. ഇന്ന് ഞാൻ ഉപ്പിലിട്ടുകൊണ്ട് സിറുക്ക കുറച്ച് അധികം ഒഴിച്ചു. എനിക്കിഷ്ടമാണ് ഈ സിറുക്കയുടെ രുചി, ഭയങ്കര ഇഷ്ടമാണ്. അമ്മ ഇടുമ്പോൾ അധികം സിറുക്ക ഒഴിക്കുകയില്ല. സിറുക്ക ഒഴിച്ചിട്ട് തിളപ്പിച്ച വെള്ളമാണ് അതിലേക്ക് ഒഴിച്ചിട്ടുണ്ടായത്. ആദ്യം ഞാൻ വിചാരിച്ചു വെള്ളം വാങ്ങിയാൽ തന്നെ കുറച്ച് ഊറിപ്പോവല്ല, അതുകൊണ്ട് വെള്ളം ഒഴിക്കാണ്ട് ഉപ്പ് മാത്രം ഇട്ടിട്ട് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പം അമ്മ പറഞ്ഞു വേണ്ട കുറച്ച് വെള്ളം ഒഴിച്ചോ എന്ന് പറഞ്ഞു. അങ്ങനെ കുറച്ച് തിളപ്പിച്ച വെള്ളം ഒഴിച്ചു, മാങ്ങയിൽ കുറച്ച് കല്ലുപ്പ് ഇട്ടു, സിറുക്കി ഒഴിച്ചു, പച്ചമുളക് ഇങ്ങനെ കീറിയിട്ട് വെച്ചു. 2 പച്ചമുളക് ഇട്ടിട്ടും അധികം ഇട്ടിട്ടുണ്ടായിട്ട്, അത് കിട്ടാൻ നല്ല എരിവായിരിക്കും, അതുകൊണ്ട് ഞാൻ 2 മാത്രമേ ഇട്ടിട്ടും. ഇനി നമുക്കിതൊരു 2-3 ദിവസം കഴിഞ്ഞിട്ട് എടുക്കാം, ഇതവിടെ നന്നോട്ട്. അങ്ങനെ ഒരു വൈകുന്നേരം ആയപ്പോൾ ഞാൻ കുളിച്ചു. കുഞ്ഞാവ് പറഞ്ഞിട്ടുണ്ടായി നമുക്ക് ഫുഡ് കഴിക്കാൻ പോകാമെന്ന്. അപ്പം അച്ഛനാണെങ്കിൽ ഇന്ന് നേരത്തെ വന്നിട്ടുണ്ടായിന്. അപ്പം അച്ഛൻ പറഞ്ഞു വന്നു, അപ്പം അച്ഛനും വരാം, എല്ലാവർക്കും കാറിൽ തന്നെ പോകാമെന്ന് പറഞ്ഞു. സ്കൂട്ടിയിൽ പോകാമെന്നാണ് ഫസ്റ്റ് വിചാരിച്ചത്, ഞാനും കുഞ്ഞാവും മാത്രം. പിന്നെ അച്ഛനുണ്ടായിട്ട് അച്ഛനും വന്നു. ഞാനും കുഞ്ഞാവും അച്ഛനും അമ്മേനെ കുറേ വിളിച്ചിട്ടുണ്ടായിന്, പക്ഷെ അമ്മ വരില്ല. നമുക്ക് ഭയങ്കര മടിയാണ് പുറത്തിറങ്ങാൻ. എപ്പോഴെങ്കിലും ഒരു പൂതി തോന്നുമ്പോൾ വരും, അല്ലെങ്കിൽ ഭയങ്കര മടിയാണ്, നിങ്ങൾ പോയിട്ട് വാന്ന് പറയും. ഭയങ്കര മടിയാണ്. നമുക്ക് വീട്ടിലിരിക്കുന്നത് ഭയങ്കര സുഖമുള്ളൊരു കാര്യമാണ്, പുറത്തിറങ്ങുന്നത് ഇത്രത്തോളം മടി വരികയില്ല. നമ്മ ഇങ്ങനെ നിർബന്ധിക്കണം ഞാനും കുഞ്ഞാവി. അപ്പോൾ അമ്മ പറഞ്ഞു നിങ്ങൾ വരുമ്പം എനിക്കും അച്ഛനും അമ്മമ്മക്കും ചില്ലി ചിക്കനോ എന്തെങ്കിലും മേടിച്ചാൽ മതി, ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞാനും കുഞ്ഞാവും അച്ഛനും കൂടി നേരെ പയ്യന്നൂരേക്ക് ഇട്ടു. നമുക്ക് അപ്പം പൊള്ളിച്ചത് ഫസ്റ്റ് അൽഫാം കഴിക്കാമെന്നാണ് വിചാരിച്ചത്. പിന്നെ കുഞ്ഞാവ് പറഞ്ഞു കസാക്കുസൈനി പോയിട്ട് നമുക്ക് അപ്പം പൊള്ളിച്ചത് കഴിക്കാമെന്ന് പറഞ്ഞു. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്, എനിക്കും അത് കുഞ്ഞാവക്കും അതെ. അങ്ങനെ നേരെ അപ്പം പൊള്ളിച്ചത് കഴിക്കാൻ വേണ്ടി പോയി. കുഞ്ഞാവ കാർ എടുക്കുമ്പോൾ കാലെത്താത്തതുകൊണ്ട് വെക്കുന്നതാണ് ഇത്. ഓൾക്ക് ഹൈറ്റ് കുറവാണ്, കുറവെന്ന് പറഞ്ഞാൽ നന്ന കുറവല്ല, എന്നാലും ഓൾക്ക് കാറിലിരിക്കുമ്പോൾ ഒരു ഇരുത്തത്ര ശരിയാവില്ല, അതുകൊണ്ട് ഓളധികം കാർ എടുക്കുമ്പോൾ വെക്കുന്നതാണ്. അച്ഛനും അമ്മയും അത്ര വലിയൊരു ഹൈറ്റ് ഇല്ല, അതുകൊണ്ട് ആ ഹൈറ്റാണ് കുഞ്ഞാവ കിട്ടിയത്. പക്ഷെ എനിക്ക് എൻ്റെ ആൻറ്റിയുടെ ഹൈറ്റാണ്, എൻ്റെ ആൻറ്റി നല്ല ഹൈറ്റാണ്, അതുകൊണ്ട് ആൻറ്റിയുടെ ആ ഒരു ഹൈറ്റ് എനിക്ക് കിട്ടി. നല്ല ഹൈറ്റ് എന്നല്ല, എന്നാലും എനിക്ക് തോന്നുന്നു ഞാൻ അച്ഛനമ്മനേക്കാളും ഉണ്ട് ഹൈറ്റ്. അങ്ങനെ നമ്മൾ നേരെ പയ്യന്നൂരേക്ക് ഇട്ടു. ചെറിയൊരു മഴക്കാറുണ്ടായിനി, എന്നാലും വിശപ്പ് കൊണ്ട് മഴക്കാറൊന്നും നോക്കാണ്ട് നമ്മ വണ്ടി വിട്ടു. ഞാനിട്ട ഈ ഒരു ബ്രൗൺ ടോപ്പ് കണ്ട, ടോപ്പല്ല ഷർട്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഷർട്ടാണ്. അത് ഞാൻ അറിയാണ്ട് അച്ഛൻ പോയിട്ട് എടുത്തിട്ട് വന്നതാണ്. അച്ഛനൊരു ബ്രൗണ് ഷർട്ടും അതുപോലെ ഒരു ബ്രൗണ് പാൻറ്റും മേടിച്ചിട്ടുണ്ടായിരുന്നു, നല്ല അടിപൊളി ബ്രൗൺ എന്നെല്ലാം പറഞ്ഞൊരു ചോക്ലേറ്റ് കളർ ബ്രൗണ്. എനിക്കാണെങ്കിൽ ആ ഷർട്ട് അച്ഛൻ മേടിച്ചപ്പോൾ നല്ലോണം ഇഷ്ടപ്പെട്ടു. അച്ഛൻ എന്ത് ഡ്രസ്സ് മേടിച്ചാലും എനിക്ക് കുഞ്ഞാൾക്ക് ഇഷ്ടപ്പെട്ടാൽ അത് നമ്മ എടുക്കും. അപ്പോൾ ഈ ഷർട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെട്ട പോലെ അച്ഛന് നല്ലോണം ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ അച്ഛനത് മേടിച്ചാടേ ഞാൻ പറഞ്ഞു അച്ഛന് ഞാനിത് തരുവേയില്ല, ഈ ഷർട്ട് ഞാൻ തന്നെ എടുക്കുമെന്ന് പറഞ്ഞു. പക്ഷേ എനിക്കത് നല്ല ലെങ്ത്ത് ഉണ്ടായിനി, നല്ല ലെങ്ത്ത് അപ്പം എനിക്കത് കട്ട് ചെയ്യേണ്ടി വരും. ഞാൻ എൻ്റെ അച്ഛനോട് പറഞ്ഞു ഞാനിത് കട്ട് ചെയ്തെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ പയ്യന്നൂരേക്ക് എത്തുമ്പോഴേക്കും രാത്രിയാവാനായിട്ടുണ്ടായിരുന്നു. നമ്മൾ മെല്ലെ വിടുമല്ലോ കാറ്,
വർത്താനം പറഞ്ഞ് പാട്ടെല്ലാം പാടി സ്പീഡ് തിരക്കാക്കൂല മെല്ല. അങ്ങനെ നമ്മൾ ഹോട്ടലിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോഴേക്കും നല്ല വിശപ്പുണ്ടായിരുന്നു. പൈനുവേക്ക് എത്തുമ്പോഴേക്കും നല്ലോണം മഴ പാറാൻ തുടങ്ങിന. അതുകൊണ്ട് കാറ് നോടിയിട്ടാണ് ഹോട്ടലിലേക്ക് കയറിയത്. അപ്പം ഞാനും കുഞ്ഞാവയും അച്ഛനും അപ്പം പൊള്ളിച്ചാണ് പറഞ്ഞിട്ടുണ്ടായത്. പിന്നെ പൈനാപ്പിൾ ജ്യൂസും. എനിക്ക് പൈനാപ്പിൾ ജ്യൂസ് ഭയങ്കര ഇഷ്ടമാണ്. പണ്ട് ഇങ്ങനെയല്ല ഉണ്ടായത്. പണ്ട് എനിക്ക് ഇങ്ങനത്തെ ഫുഡൊന്നും ഇഷ്ടമുണ്ടായില്ല. പക്ഷെ ഇപ്പം ഞാൻ നല്ലോണം മാറി. ഫുഡ് കഴിച്ച് അഡിക്റ്റായി. അപ്പം നമ്മളെ അപ്പം പൊള്ളിച്ചത് വന്നിട്ടുണ്ട്. ചിക്കൻ്റെ പീസെല്ലാം നോക്കിയാൽ കുഞ്ഞ് പീസ്. പണ്ടെല്ലാം നല്ല വലുതാണ്ടാവില്ല. ഇപ്പം ചിക്കൻ്റെ പീസെല്ലാം ചെറുതായി. കുഞ്ഞാവക്ക് ചിക്കനേക്കാൾ ഇഷ്ടം ചിക്കൻ്റെ കൊട്ടാണ്. ഫുള്ള് കൊട്ട് നല്ല ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട്. ഞാൻ അവിടെ എടുക്കുമ്പോൾ പറഞ്ഞു അച്ഛൻ എടുക്കാമെന്ന്. അങ്ങനെ ഞാൻ അച്ഛനും എടുത്തു. അപ്പോൾ വീട്ടിലേക്ക് നമ്മൾ ചില്ലി ചിക്കൻ പാഴ്സലാക്കിയിട്ടുണ്ടായിരുന്നു. അമ്മമ്മ കഴിക്കൂല ചില്ലി ചിക്കനൊന്നും. അമ്മക്കും അച്ചച്ചനും വേണ്ടിയിട്ട്. അതിനിടയ്ക്ക് കുഞ്ഞാരെ വായും പൊള്ളി. അമ്മക്കും അച്ചച്ചനും വേണ്ടിയിട്ട് ചില്ലി ചിക്കൻ പാഴ്സലാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ബില്ലും അടച്ച് ചില്ലി ചിക്കനും എടുത്ത് നമ്മൾ നേരെ വീട്ടിലേക്ക് പോയി. അപ്പോൾ അതിനിടയിൽ അച്ഛൻ പറഞ്ഞു നമുക്ക് സ്റ്റുഡിയോ പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ കുഞ്ഞാവ് പറഞ്ഞു ഇനിയിപ്പോൾ നല്ലോണം ലേറ്റ് ആയില്ല. അച്ഛൻ നേരത്തെ ഫുഡ് കഴിക്കും. കുഞ്ഞാവ് പറഞ്ഞത് വീട്ടിൽ കൊണ്ടുപോയി കൊടുക്കാം നമുക്ക്. ഇല്ലെങ്കിൽ ഇല്ലെങ്കിൽ പയ്യനെല്ലാം പോകണമെങ്കിൽ വീട്ടിലേക്ക് എത്താൻ കുറേ വൈകും. 11 മണി 11:30 അതും ആടുന്ന് വൈകലുണ്ട്. പിന്നെ നമ്മൾ ചില്ലി ചിക്കൻ വാങ്ങിച്ചുകൊണ്ട് തന്നെ അച്ഛൻ നേരത്തെ കിടക്കുന്നതാണ്. അപ്പോൾ കുഞ്ഞാവ് പറഞ്ഞു സ്റ്റുഡിയോ പോയാലും നല്ലോണം വൈകൂലേ, വീട്ടിൽ പോയിട്ട് അച്ഛൻ ഇത് കൊടുക്കാം. അച്ഛൻ പിന്നെ ഉറങ്ങണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ സ്റ്റുഡിയോ പോകേണ്ടത് ക്യാൻസലാക്കിയിട്ട് നേരെ വീട്ടിലേക്ക് തന്നെ വിട്ടു. അങ്ങനെ വീട്ടിലേക്ക് പോകുന്നതിൻ്റെ ഇടയിൽ കുഞ്ഞാവ് പറഞ്ഞു ഞാൻ വണ്ടി എടുക്കാം, കാറ് ഞാൻ എടുത്തോളാം എന്ന് പറഞ്ഞിട്ട് അച്ഛൻ കാറ് കൊടുത്തു. അങ്ങനെ വീട്ടിലേക്ക് പിന്നെ കുഞ്ഞാവാണ് കാർ എടുത്തിട്ടുണ്ടായത്. അപ്പോൾ ഞാൻ ഇനി വിചാരിക്കുന്നത് വീക്ക്ലി വ്ളോഗ് ഇടാന്ന്. അതായത് ഓരോ വീക്കിലും പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം എല്ലാ ഞായറാഴ്ചയും വീക്ക്ലി വ്ളോഗായിട്ട് ഇടാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എങ്ങനെയാണെന്നുള്ളത് കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് എൻ്റെ ഇന്നത്തെ ഈ വ്ളോഗിടെ വൈൻഡപ്പ് ചെയ്താലോ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്